ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിങ്ങളൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേഷൻ സ്റ്റേജോ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ ഒക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് അവോയ്ഡ്നെസ് എന്ന് വെച്ചാൽ ആ ഒരു അവഗണന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ നിശബ്ദമായിട്ട് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണോ? അപ്പൊ ഈ ഒരു സമയം നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അവരുടെ ഒരു ഹിഡൻ ഫീലിങ്സ് നമുക്ക് നോക്കാം. അവർ പുറത്തേക്ക് കാണിക്കുന്നില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അത് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്, അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ആ ഒരു പേഴ്സന്റെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓറ അല്ലെങ്കിൽ ആ ഒരു എനർജീനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പേജ് ഓഫ് പെന്റക്കിൾസ്, Ace of Pentacles, Seven of Pentacles, the World Energy, Temperance, Nine of Wands, Six of Pentacles, Ten of Cups, Six of Cups, Four of Wands, Ace of Swords, Ten of Pentacles, Ace of Cups, Seven of Wands, King of Swords, രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. Ten of Wands, Knight of Pentacles, Hope. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ലവേഴ്സ് എനർജി ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ നിശബ്ദത അല്ലെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിരിക്കുന്ന ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും രീതിയിലുള്ള ഇമോഷൻസ് അവർ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഒരു ആക്ഷനും എടുക്കാതിരുന്ന വ്യക്തികളായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ നിശബ്ദതയിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് പോയിരിക്കുമ്പോൾ ഇവരുടെ ചിന്തകളൊക്കെ ഏത് രീതിയിലാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ എന്തായാലും പറഞ്ഞു വരാം. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് ഇവരിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് ആദ്യ സമയങ്ങളിൽ. ഓക്കെ, ഇവരുടെ എനർജിയിൽ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആദ്യ സമയങ്ങളിൽ ഇവർ ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ വന്നോളും എന്നൊരു ചിന്തയിൽ ഇരുന്ന വ്യക്തികളായിരിക്കാം. കാരണം നിങ്ങൾ ചിലപ്പോൾ പല പ്രാവശ്യം റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ മാറി നിന്നിട്ടുണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇവരിലേക്ക് വരും, അതിനുശേഷം ഇവർ കൂടുതലായിട്ട് മൈൻഡ് ചെയ്യാതെയാവുമ്പോൾ നിങ്ങളായിട്ട് തന്നെ പോകും. പക്ഷെ അങ്ങനെ പോയാലും നിങ്ങൾക്ക് ഇവരെ വിട്ടു പിരിയാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും നിങ്ങളായിട്ട് തന്നെ വരും. ഇവരുടെ ആ ഒരു ഈഗോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ളവർക്കായിരിക്കാം കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നിരന്തരമായിട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരിക്കുന്ന ആ ഒരു അവഗണനയുടെ അല്ലെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങളിൽ ഭയങ്കരമായിട്ടൊരു ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയല്ല ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്, വേദനയോട് കൂടി തന്നെയാണ്. പക്ഷെ എങ്കിലും നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിന് ഒരു വില വേണം എന്നൊരു തോന്നൽ വന്നു തുടങ്ങിയിരിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളുടേതായ സെൽഫ് ലവിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ജോലിയാണെന്നുണ്ടെങ്കിലും, ജോലി ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഇല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം ലൈഫിലേക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവുക. എല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിരിക്കുന്നു. സംഭവിക്കുന്ന എന്താണ് എന്നുണ്ടെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളൊരു മനസ്സിലായിരിക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവർ നിങ്ങളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, വന്നിരുന്നെങ്കിൽ എന്നെങ്കിൽ പോലും
നിങ്ങളായിട്ട് ഇനി എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുത്തിരിക്കുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഇവരിൽ ആദ്യം വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിച്ചു നിങ്ങൾ അവരിലേക്ക് ചെല്ലണം എന്നുള്ളത്. നിങ്ങളായിട്ട് തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് അവരിലേക്ക് വരണം എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ആഗ്രഹിക്കുന്നുള്ളത് കൂടാതെ ഇവർ കുറച്ചധികം വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ വരുമായിരിക്കും, ഇങ്ങനെ നിന്ന് പോയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണിത്. അപ്പൊ ആ ഒരു വളർച്ച വീണ്ടെടുത്ത് കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ട്രൈ ചെയ്യും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവർ മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഒരുപാട് മുന്നോട്ടേക്ക് വന്നിട്ടും ചിലപ്പോ നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടില്ല എന്നൊരു തോന്നല് ഇവരിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ ഭയങ്കരമായിട്ടൊന്ന് ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. ഇവിടെ ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ, ഒരു അട്രാക്ഷൻ വന്നു തുടങ്ങിയിരിക്കുന്നു. ആത്മാർത്ഥമായ ഒരു പ്രണയം ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നമുക്ക് 4 ഓഫ് കപ്സിന്റെ എനർജി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഒട്ടും വരുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നിട്ടാണ് ഇവർക്ക് ഇപ്പൊ നിങ്ങളെ മിസ് ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അവരത് പുറത്തേക്കൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല. അവർ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആണ്, ഞാൻ ഓക്കെ ആണ് എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിൽക്കുന്നത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളിപ്പോ നേരിട്ട് കാണുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര ഹാപ്പി ആണ് എന്നുള്ളതൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തീർക്കുക. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു പേഴ്സന്റെ എനർജി എന്ന് പറയുന്നത് ഇവരുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും, ആരൊക്കെ സ്നേഹം കൊടുക്കാനോ കെയർ ചെയ്യാനോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇപ്പൊ നിങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ, അതിപ്പോ ശല്യം ചെയ്തോണ്ടാണെങ്കിൽ പോലും അവരൊരു സമയത്ത് നിങ്ങളെ ശല്യമായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു ബർഡൻ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു സന്തോഷം അവർ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫോളോയിങ് അല്ലെങ്കിൽ ആ ഒരു ചേസിങ് പെട്ടെന്ന് നിന്നു പോയപ്പോ ഇവർക്ക് ആ ഒരു ആബ്സെൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആബ്സെൻസ് ഭയങ്കരമായിട്ട് ഒരു ശൂന്യത ഉണ്ടാക്കിയിരിക്കുകയാണ് ലൈഫിൽ. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് എഗെയിൻ തിരിച്ചു പിടിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. സാധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈഗോ, അത് തന്നെയാണ് അതിന്റെ മെയിൻ കാരണം. അവരൊന്നും അല്ലാതെയായി പോകുമോ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ അവർ സീറോ ആയി പോകുമല്ലോ, അവരുടെ വില പോകില്ലേ. അപ്പൊ ആ ഒരു രീതി ഉള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ അവരുടെ എനർജിയിലേക്ക് അവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്നു. നിങ്ങളായിട്ട് തന്നെ അവരുടെ ലൈഫിലേക്ക് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇതുവരെ അവർ കിട്ടിയ ഓപ്പർച്യൂണിറ്റി എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഡിസിഷൻ എടുത്ത് ഇപ്പൊ മാറി നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒന്നുകൂടെ വന്നിരുന്നെങ്കിൽ എന്നൊരു തോട്ടിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അവർ യഥാർത്ഥമായിട്ട് അവരുടെ ഉള്ളിലുള്ളത് ഈ ഒരു രീതിയാണ്. എന്ന് വെച്ചാൽ ഒരു നിഷ്കളങ്കമായ മനസ്സിലാണ് നിൽക്കുന്നത്. പക്ഷെ പുറമേ കാണിക്കുന്ന ഒരു ജാടയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അവർ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു രീതിയായിരിക്കും. കാരണം ഭയങ്കരമായിട്ടുള്ള ഒരു ഈഗോ ഉള്ള ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഒരു ശുദ്ധനായിരിക്കാം, അല്ലെങ്കിൽ ശുദ്ധയായിരിക്കാം, വളരെയധികം സ്നേഹമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതൊന്നും പക്ഷെ പുറത്തേക്ക് കാണിക്കില്ല. ഇവരുടെ ഒരു വിചാരം എന്ന് പറയുമ്പോൾ ഇവര് സൊസൈറ്റിയിലൊക്കെ ചിലപ്പോൾ നല്ല രീതിക്ക് ഒരു പേരെടുത്ത് നിൽക്കുന്ന പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഭയങ്കരമായ ഒരു സ്നേഹമോ കാര്യങ്ങളോ ഒക്കെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നൊരു ചിന്തയാണ്. എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചിന്തിച്ചു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. അതാണ് കാരണം. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. അവർ എക്സ്പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്നേഹത്തിന് വാല്യൂ ഉണ്ടാവുക. നിങ്ങൾ കൂടെ ഉള്ളപ്പോഴേക്കും സ്നേഹം കാണിച്ചിട്ടേ കാര്യമുള്ളൂ. നിങ്ങൾ മാറിക്കഴിഞ്ഞിട്ട് അവർ സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം ഇവർ മനസ്സിലാക്കാനായിട്ട് കുറച്ച് വൈകി പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്താണ് ഇവരത് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു റിയലൈസേഷൻ ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളെ അടുത്ത് സംസാരിക്കണമെന്നും നിങ്ങളെ തിരിച്ച് ഇവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 8 ഓഫ് വാണ്ട്സ് ആണ്, കമ്മ്യൂണിക്കേഷൻ കാർഡ് ആണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ ഇവിടെ 3 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുക. അതിനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ എടുത്താ നിൽക്കുന്നത്. എങ്കിൽ പോലും അവരുടെ ആ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്ന സാധനം അവരെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അറിയാത്ത രീതിയിൽ അവർ മാക്സിമം അവരുടെ യഥാർത്ഥമായിട്ടുള്ള മുഖത്തെ മറച്ചു വെച്ചിട്ട് മറ്റൊരു മുഖം അണിഞ്ഞാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒരുപാട് ചേസ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ഓഫ് സോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. അവരിപ്പോ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ഓരോ മൂവ്മെന്റ്സും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അറിയുന്നു. വെച്ചാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടു പോയിട്ടുണ്ടോ ഈ ഒരു ബന്ധത്തിൽ നിന്ന്? ഇനി കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് പോയതാണോ? ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. കുറച്ച് നാൾ മാറി നിന്നാലും വീണ്ടും വരികയാണ് പതിവുള്ളത്. പക്ഷെ ഇത്തവണ എന്താണ് സംഭവിച്ചത്? അപ്പൊ അത്രത്തോളം ഹേർട്ട് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതുവരെ അവർ ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാതെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിൽ നിന്നൊക്കെ ഒരു മാറി ചിന്തകൾ വന്നിട്ടുണ്ട്.
എത്രയും വേഗം നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാത്ത് കാത്ത് നിന്ന് മടുത്തു. ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങൾ വരും എന്നുള്ള രീതിക്ക്. ഒരുപാട് നാളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത് എന്നാണോ അന്ന് മുതലുള്ള ആ ഒരു ദിവസങ്ങളിൽ ആദ്യ സമയത്തൊന്നും വലിയ കുലുക്കോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിരുന്നില്ല എങ്കിൽ പോലും ഇപ്പൊ അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ആ ഒരു നോക്കിയിരിപ്പിൽ ഒരു മാറ്റങ്ങൾ വന്നിട്ട് ഇനിയിപ്പോ കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട, എന്തെങ്കിലും ഇറങ്ങി പ്രവർത്തിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാർഡാ മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലില്ല എന്നൊരു ഡിസിഷനിൽ തന്നെയായിരിക്കാം ഇപ്പൊ നിൽക്കുന്നത്. ഇവരായിട്ട് തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ കുറ്റം പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം നിങ്ങൾ പെയിൻ അനുഭവിച്ചവരായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സന്റെ ഒരു ഹിഡൻ ഫീലിങ്സ് പറയുകയാണെങ്കിൽ ഇവര് മനസ്സുകൊണ്ട് അവരുടെ സ്നേഹം ഇനി നിങ്ങളുടെ കൈകളിലേക്ക് തരണം എന്ന് തന്നെയാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ പകുത്ത് നൽകണം. പകരം നിങ്ങളുടെ സ്നേഹം അവരുടെ കൈകളിലേക്കും തിരിച്ചു സ്വീകരിക്കാനായിട്ട് അവരും തയ്യാറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും equal ആയിട്ട് തന്നെ ആ ഒരു സ്നേഹത്തിനെ കൈമാറുകയും ഈ ഒരു ബന്ധത്തിനെ വീണ്ടും balance ചെയ്ത് കൊണ്ടുവരികയും വേണം. ഓരോ സമയത്തും ഒരേ രീതിയിലല്ലാതെ എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കുക. ആ ഒരു രീതി ചിന്തിക്കുകയാണ്. എന്ന് വെച്ചാൽ രാത്രിയിലാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും ഒരുപോലെ effort എടുക്കണം. രണ്ടുപേരും ഒരുപോലെ effort എടുത്തിട്ട് relationship സന്തോഷകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിക്കുക തന്നെ വേണം. ആ ഒരു പരിസമാപ്തി എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് communication card വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ family card ആണ് കിട്ടിയിരിക്കുന്നത്. ഇതൊരു commitment card ആണ്. 10 of cups ഉം 10 of pentacles ഉം അതുപോലെ തന്നെ 4 of wands ഉം ആണ്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ marriage കഴിഞ്ഞ വ്യക്തികളായിരിക്കാം. husband and wife ആയിരിക്കാം നിങ്ങളുടെ relationship എന്ന് പറയുന്നത്. മറ്റു ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ strong ആയിട്ടുള്ള ഒരു lovers ആണ്. പരസ്പരം സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികളാണ്. പല പല situations കൊണ്ടായിരിക്കാം നിങ്ങൾ split ആയി പോയിരിക്കുന്നത്. എന്ത് situation കൊണ്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു relationship-നെ long time വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണ്. ഇപ്പൊ ചിലവര് husband and wife ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ നിൽക്കുന്നവര്. മറ്റു ചിലര് lovers ആണെങ്കിലും ഇത് വെറുതെ ഒരു time pass എന്നുള്ള രീതിക്കല്ല, ഒരു strong commitment ലൂടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആ ഒരു ചിന്തയിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ആ ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു person ഇതിന് വേണ്ടിയിട്ട് effort എടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെ miss ചെയ്ത് കളയാനായിട്ട് അവർക്ക് യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ല. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു perfect partner ആയിട്ട് തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഇവരുടെ life ൽ ഇവർ എന്താണോ ആഗ്രഹിക്കുന്നത്, ഒരു partner എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു concept കാര്യങ്ങളൊക്കെ എന്താണോ അതനുസരിച്ചുള്ള ഒരു person തന്നെയാണ് നിങ്ങൾ. അതിപ്പോ character wise ആയിക്കൊള്ളട്ടെ, look wise ആയിക്കൊള്ളട്ടെ, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന് ഇണങ്ങിയ ഒരു partner ആണ്. പക്ഷേ അവരത് പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് പ്രകടിപ്പിച്ചിട്ടുമില്ല. ആക്ഷൻ എടുക്കേണ്ട സ്ഥലത്ത് സമയത്തോ അത് എടുത്തിട്ടുമില്ല. അപ്പൊ കയ്യിൽ നിന്ന് പൂർണ്ണമായിട്ടും വിട്ടുപോയിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. കൈവിട്ട് പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തിരിച്ചു പിടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷേ അത് അങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ മനസ്സിങ്ങനെ ബാക്കിലേക്ക് വലിയുകയാണ്. മാക്സിമം ഒന്ന് ട്രൈ ചെയ്യാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ്. അപ്പൊ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടെ ചിലപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ട്രൈ ചെയ്ത് നിന്നിട്ടും അവർക്ക് അതിനകത്ത് എഫേർട്ട് അല്ലെങ്കിൽ ആ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ആ ഒരു കാര്യങ്ങളെല്ലാം വിട്ടിട്ട് അവരുടെ ഈഗോ ആയിക്കൊള്ളട്ടെ മറ്റെന്തും ആയിക്കൊള്ളട്ടെ അതെല്ലാം വിട്ടിട്ട് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നവരാണെങ്കിൽ ബ്ലോക്ക് എല്ലാം മാറ്റി വരിക. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് ഒന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവരായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ അവർ സംസാരിക്കാൻ വന്നാൽ അവരുടെ ജാട വിട്ട് കളയാനുള്ള സാധ്യതയില്ല. ആ ഒരു ഈഗോയൊക്കെ പിടിച്ചു തന്നെയായിരിക്കാം സംസാരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് സുഖമാണോ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ അവരോടൊന്ന് മര്യാദക്ക് സംസാരിച്ചിരുന്നെങ്കിൽ ഒന്ന് ഉറച്ച് നിങ്ങളൊന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നെങ്കിൽ അപ്പൊ തന്നെ ഇവരുടെ മനസ്സ് ബാക്കിയെല്ലാം നിങ്ങളിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ തയ്യാറെടുത്താണ് നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ വരാനാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് ഭയങ്കരമായ ഒരു ദുഃഖം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കുറ്റബോധം. ആ ഒരു കുറ്റബോധം അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. കുറ്റബോധം എന്ന് പറയുമ്പോൾ അവർ കാരണമാണല്ലോ ഈ ഒരു രീതിയിലേക്ക് ആയി പോയിരിക്കുന്നത്. അപ്പൊ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് പുറകെ നടന്നു. ഒരു സമയമല്ല ഒത്തിരി സമയം നിങ്ങൾ പുറകെ നടന്നവരാണ്. ഇവരുടെ ഒരു ഈഗോ വെച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിലേക്ക് ഇത് നീങ്ങിപ്പോയിരിക്കുന്നത്. അപ്പൊ ഇനി ആ ഒരു കാര്യങ്ങൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എത്രയും വേഗം ഈ ഒരു സിറ്റുവേഷൻസിനൊക്കെ ഒരു ചേഞ്ച് കൊണ്ടുവരിക. ബുദ്ധിപൂർവ്വം അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു തോട്ടിലാണ്. ഒരു മെന്റൽ ക്ലാരിറ്റി ഒക്കെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്.
ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒക്കെ ബ്രേക്ക് ത്രൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഏസ് ഓഫ് സോഴ്സ് വന്നിരിക്കുന്നതുകൊണ്ട് ഇവർ ഭയങ്കര ആധികാരികപരമായിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ബുദ്ധിപൂർവ്വം എങ്ങനെ പ്രവർത്തിക്കണം, നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് വരണം. ഇവിടെ മെയിൻ ആയിട്ട് ഈ ഒരു പേഴ്സന്റെ എനർജി കാണിച്ചിരിക്കുന്നത് ഇവർക്ക് ഈ ഈഗോ കൂടുതലുള്ളവരാണ്. പക്ഷെ വളരെയധികം ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. സ്നേഹം ഇല്ല എന്നുള്ളതല്ല, വളരെ നല്ല രീതിക്ക് ഒരു സ്നേഹമുള്ള ഒരു പേഴ്സന്റെ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഈഗോയാണ് അവരുടെ പ്രശ്നം. അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഒരു ശാഠ്യം, അവർ പറയുന്ന അനുസരിച്ച് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളൊരു ശാഠ്യമുള്ള ഒരു വ്യക്തികളാണ്. അപ്പൊ അങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും, ഈ ഒരു thought ആണ് ഇവരുടെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് അവർ ബുദ്ധിപൂർവ്വം നിങ്ങൾ അങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അത്ര ചെന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ആക്ഷൻ എടുക്കും. കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയില്ല ഈ ഒരു വ്യക്തി. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡിലുള്ള പേഴ്സൺ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കാത്തവരാണ്, അല്ലെങ്കിൽ അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല. എത്ര ബുദ്ധി പ്രയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവർ ഈ റിലേഷൻഷിപ്പിൽ വൈകാരികപരമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരും. അവരുടെ ഹൃദയത്തിൽ ആ ഒരു സ്നേഹം അവർ മറ്റാർക്കും കൊടുക്കാൻ തയ്യാറല്ല. അത് നിങ്ങൾക്ക് തന്നെ നൽകണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മനസ്സ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് വേണം. ആ ഒരു ഡിസിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു പഴയകാല ഓർമ്മകളൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ അത് ആ ഒരു ഹാപ്പി മെമ്മറീസ് റിമൈനൈസിങ് ആണ്. കഴിഞ്ഞു പോയ നാളുകളൊക്കെ ഓർത്തെടുക്കുക. നിങ്ങൾ അവരുടെ പുറകെ നടന്നതാണെന്നുണ്ടെങ്കിലും ഇനി അല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈം. അപ്പൊ ഈ ഒരു ഗ്യാപ്പിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നപ്പോൾ എപ്പോഴും ഒരാൾക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സണും ആ ഒരു പേഴ്സന്റെ ലൈഫിൽ അധികം വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം all time അവൈലബിൾ അല്ലാതിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾക്കും കുറച്ച് പ്രാധാന്യം നിങ്ങൾ നൽകണം. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകി തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ നൽകുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇവർക്ക് അവൈലബിൾ ആയിരുന്നു, എന്നാൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു ഡിസിഷനിലേക്ക് മാറിയപ്പോൾ ഇവർക്ക് മിസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഇവർക്ക് ആ ഒരു ആബ്സെൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവരുടെ ലൈഫിൽ എത്രത്തോളം ആയിരുന്നു എന്നുള്ള തിരിച്ചറിവ് വന്നിരിക്കുന്നത്. ആ ഒരു നിശബ്ദത, നിങ്ങളുടെ ആ ഒരു നിശബ്ദത ഇവരിൽ സൃഷ്ടിക്കുന്ന ഈ ഒരു ചിന്തകൾ എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടുകയാണ്. ചിന്തിച്ച് കൂടിയിട്ട് ഒരു ഭയം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടെൻഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. വിട്ടുപോകണമെന്ന് ആഗ്രഹിച്ച് എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എവിടെയാണോ നിങ്ങൾ നിർത്തിയത് അവിടെ നിന്നും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്കുള്ള യാത്രയാണ്. ഇവർ ചിലപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പൊ എന്തിന്റെ പുറകെയാണ് ഇവർ പോയെന്നുണ്ടെങ്കിലും ഇപ്പൊ അതെല്ലാം പൂർണ്ണമായിട്ട് അവിടെ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര വേണമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. റിലേഷൻഷിപ്പിൽ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു മെമ്മറീസ് എല്ലാം വീണ്ടെടുക്കുക. അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് കൊണ്ടുവരിക. സന്തോഷം, സമൃദ്ധി എല്ലാം കൊണ്ടുവരിക. അതെങ്ങനെയാണ് വേണ്ടത്, അതൊക്കെ തേടി പിടിക്കുക. അതുപോലെ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കുറച്ച് ശാഠ്യം കാര്യങ്ങളൊക്കെ കൂടിയ വ്യക്തികളാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ശാഠ്യം, എടുത്തുചാട്ടം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഒരു സെലിബ്രേഷൻ ഈ റിലേഷൻഷിപ്പിൽ വേണമെന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആണ്. ആ ഒരു ലൈഫ് ലോങ് നിങ്ങൾ ഒരുമിച്ച് നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ ആ ഒരു സെലിബ്രേഷനും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണം. നഷ്ടപ്പെട്ടു പോയ ഹാപ്പിനെസ് വീണ്ടെടുക്കണം. കാരണം ഈ ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഭയങ്കരമായ ഒരു പെയിൻ അവരിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സോറോ എനർജിയാണ്, ഒറ്റപ്പെടലാണ് കാണുന്നത്. നഷ്ടപ്പെട്ടു പോയ ആ ഒരു ചിന്തകൾ ഭയങ്കരമായിട്ടും കൂടി വന്നിട്ട് ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിൽ നിൽക്കുകയാണ്. ആ ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഇമോഷണൽ പെയിൻ അവർക്ക് നൽകുന്നുണ്ട്. ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ് എല്ലാ രീതിക്കും നിൽക്കുന്നത്. ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ. ബുദ്ധിപൂർവ്വം റിലേഷൻഷിപ്പിന് വേണ്ടി പ്രവർത്തിക്കണം. അവരുടെ ഇപ്പോഴത്തെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കാനും, അതുപോലെ ആ ഒരു ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യമായ കാര്യങ്ങൾ, ഇവർ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നതിന്റെ റീസൺ ഇവർക്ക് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഇവരുടെ ചിന്തകളാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ചിലവരെ സംബന്ധിച്ചിടത്തോളം പല പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം, തേർഡ് പാർട്ടി എനർജി ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഇവരുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്ത ഒരു പേഴ്സൺ എനർജി. അപ്പൊ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കില്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഭയങ്കര അതികഠിനമായ ഒരു ചീറ്റിംഗ് നമുക്കിവിടെ കാണിക്കുന്നില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ ബേസ് ചെയ്ത് മാറിപ്പോയവരായിരിക്കാം. സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടൊന്നും ഒഴിവാക്കേണ്ട ആവശ്യം അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈഗോ ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു കാര്യത്തിലാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയം അവർ വളരെ പവർ ആയിട്ട് തന്നെ അവരുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അവരുടെ എനർജീനെ അവർ ബൂസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അവർ നിങ്ങൾ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഈ ഒരു സമയത്ത് വരുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവരിൽ ഒരു സന്തോഷമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇവർക്കൊരു ഞെട്ടലാണ്. നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത്രയും മാറിയോ? എന്താണ് അങ്ങനെ പെട്ടെന്ന് മാറാൻ കാരണം? ഇവരെ പൂർണ്ണമായിട്ട് ഇനി ഉപേക്ഷിച്ച് പോയത് കൊണ്ടിട്ടാണോ നിങ്ങൾക്ക് ഈ മാറ്റം? ഇനി നിങ്ങളുടെ ലൈഫിൽ മറ്റേതെങ്കിലും വ്യക്തികൾ കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെ കാട് കയറിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്, സെലിബ്രേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ രീതിക്കും ഒരു റീബർത്ത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഹിഡൻ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ കിട്ടുന്നത്. അതോടൊപ്പം കുറ്റബോധം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അലട്ടുകയാണ്. സ്വന്തം സോളിനായിട്ടുള്ള ഒരു സെർച്ചിങ് എന്ന് വെച്ചാൽ ആ ഒരു സോൾ, അവരുടെ സോള് നിങ്ങളാണ്. അത് നഷ്ടപ്പെട്ടു പോയപ്പോഴേക്കുമാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരുടെ ഇന്നർ വോയിസ് പറയുന്ന അനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്നത്. ഇന്നർ വോയിസ് പറയുന്നതെന്ന് പറയുന്നത് ആത്മാർത്ഥമായിട്ട് നീതിപൂർവ്വം പ്രവർത്തിക്കുക. ഇതുവരെ ഒരു നീതിയില്ലാത്ത കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. ഒരാൾ പുറകെ ഒരുപാട് വന്നിട്ട് നിങ്ങളെ കേൾക്കാനുള്ള ഒരു സാവകാശം പോലും ചിലപ്പോൾ അവർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. അതാണ് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഇരിക്കരുത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ബേർഡൻ ആയിട്ട് കണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കാനും വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്തുക. ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ് എല്ലാം പൂർണ്ണമായിട്ടും അവസാനിക്കണം. ഇത് അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് പോകും എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഒരു കാരണവശാലും വിചാരിച്ചിട്ടില്ല. ഇവർ കരുതിയിരുന്നത് നിങ്ങൾ പോയാലും വരും എന്നുള്ള രീതിക്കാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം മാറിപ്പോകാൻ ആഗ്രഹിച്ചിരുന്നവരാണ്. മാറിപ്പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വേണ്ട, ഇനി കാല് പിടിച്ച് പോവണ്ട എന്നുള്ള രീതിക്ക് നിങ്ങൾ ബാക്കിലേക്ക് പോകും, വീണ്ടും നിങ്ങൾ ഇവരിലേക്ക് വരും. കാരണം അത്രത്തോളം നിങ്ങൾ ഇവരിലേക്ക് അഡിക്റ്റഡ് ആണ്. ഒരുപാട് പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് നേരിടേണ്ടി വന്നപ്പോഴാണ് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് വരാൻ പോകുന്ന ആ ഒരു വലിയ മാറ്റത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ എനർജിയിൽ നിങ്ങൾ മാറ്റിയെടുത്തിരിക്കുന്ന വ്യത്യാസങ്ങൾ അത് തന്നെയാണ് ഇവിടെ പോസിറ്റീവ് ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും വളരെയധികം ക്യൂരിയോസിറ്റിയോട് കൂടി എല്ലാ രീതിക്കും ഒരു സർപ്രൈസുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സർപ്രൈസ് ആയിട്ട് അവരുടെ സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുക. ഇമോഷൻസിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അറിയരുത് എന്നൊക്കെ ആഗ്രഹിച്ചാണോ ആ ഒരു ഈഗോ ഒക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് തന്നെ അറിയാം എത്രത്തോളം ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത്. കാരണം ഇപ്പോഴേ അവർ ടയേർഡ് ആണ്. കാരണം നിങ്ങൾ തിരിച്ച് ചെല്ലുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കരമായി ടയേർഡ് ആണ്. നിങ്ങൾ വരും വരും എന്നുള്ള രീതിക്ക് ഇവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അപ്പൊ അവർക്ക് ആ ഒരു മുഖംമൂടി അണിഞ്ഞ് നിന്ന് മതിയായിട്ടുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണിലെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ ഒരു കറേജ് അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച അവർ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കിയിരുന്നതിന് ശേഷം സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കാനും നിന്നുപോയ അല്ലെങ്കിൽ ആ ഒരു മുരടിച്ചു പോയ നിങ്ങളുടെ ബന്ധത്തിനെ വീണ്ടും വളർച്ച കൊണ്ടുവന്ന ആ ഒരു ഫ്ലവറിങ്, അതിന് വേണ്ട വളമാണെന്നുണ്ടെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും ഇടുക എന്ന് പറയുമ്പോൾ അവരുടെ ഭാഗത്തുള്ള എഫേർട്ട് ആണത്. അതിട്ടിട്ട് ഇതിനൊരു വീണ്ടെടുക്കൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവിടെ ലവേഴ്സ് എനർജി വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇതൊരു റീകൺസിലേഷൻ എനർജി ആണ്. നിങ്ങൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലേഷൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഒരു ഓൺ ആൻഡ് ഓഫ് പോലെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തി ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് എത്തിക്കുക. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന പേഴ്സൺ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ആ ഒരു ഡീപ്പ് ലവ് ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജി നിലനിർത്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഇതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അവരുടെ മനസ്സ് ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതേ എനർജിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ വിശ്വാസം, ട്രസ്റ്റ് ആണ് ഇതിനകത്ത് മെയിൻ വേണ്ടത്. നിങ്ങളുടെ ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സണ് മാറ്റങ്ങൾ വരും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേ വിശ്വാസത്തോടു കൂടി പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളൂ. മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള രീതിക്കാണ് ഈ ഒരു പേഴ്സന്റെ എനർജി നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജീനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് ലൈഫിലേക്ക്. ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ഈ ഒരു ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എം എന്നൊരു ലെറ്റർ, ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഇടുക്കി,
സെപ്റ്റംബർ മന്ത് വി ലെറ്റർ ആണ്. സെപ്റ്റംബർ അഗെയിൻ വന്നിട്ടുണ്ട് 31. പൂരം മലപ്പുറം. മൂലം സ്റ്റാർ ആണ്. വി എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. എൻ എന്നൊരു ലെറ്റർ. പി വന്നിട്ടുണ്ട്. ഡിസംബർ മന്ത് കണ്ണൂർ ഡിസ്ട്രിക്റ്റ്. 44. 3 എന്നൊരു നമ്പർ. നവംബർ മന്ത് ഓഗസ്റ്റ്. 44 അഗെയിൻ വന്നിട്ടുണ്ട്. 34. 1982. കെ എന്നൊരു ലെറ്റർ. എച്ച് എന്നൊരു ലെറ്റർ. 1990. ടോറസ് സോഡിയക് സൈൻ ആണ്. 35. ഒക്ടോബർ മന്ത് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് എസ് എന്നൊരു ലെറ്റർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ക്യാരക്ടർ, നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.